ഒരുപാട് പ്ലാൻസ് ഉണ്ട് ഈ ബ്രാൻഡിൻ്റെ അണ്ടറിൽ. ഒരു നെയിൽ സലൂൺ അല്ലെങ്കിൽ ഒരു സലൂൺ എന്നതിനുപരി ഇനി ഒരു അക്കാഡമി എന്നുള്ള രീതിയിൽ കൂടെ ഡെവലപ്പ് ചെയ്യാനും വുമൻ എൻ്റർപ്രണേഴ്സിലേക്ക് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള ലേഡീസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വളരെ റീസണബിൾ റേറ്റിന് ഇത്തരം കോഴ്സസ് അവരിലേക്ക് എത്തിക്കാനും ഒക്കെയുള്ള ഒരു പ്ലാനുണ്ട്. അപ്പം കുറച്ച് ബ്രാൻഡ്സ് വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പ്ലാൻസ് ഇതിൻ്റെ അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഇതിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാനൊക്കെയുള്ള പ്ലാനുണ്ട്. അപ്പോൾ അതിനൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇന്ന് ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ എല്ലാവരുടെയും പ്രേയേഴ്സും ബ്ലെസ്സിങ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ബ്രാൻഡുമായിട്ട് ടൈപ്പ് ഉണ്ടോ? ഇല്ലില്ല, ഞാൻ എൻ്റെ ഒരു ഓൺ ബ്രാൻഡായിട്ട് തുടങ്ങിയതാണ്. ബ്രാൻഡ്സായിട്ട് നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് സർവീസസിൻ്റെ ബ്രാൻഡ്സുമായിട്ട് ഉണ്ടല്ലോ, അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. ഇതിപ്പം അങ്ങനെ ഒരു ബ്രാൻഡുമായിട്ട് വേറെ അസോസിയേഷൻ ഒന്നും ഇല്ല. പിന്നെ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വന്നപ്പോഴത്തേക്കിനും ആരുടെ മനസ്സിലാവുന്നത്? ചേട്ടൻ്റെ മനസ്സിലാവുന്നത്, ചേച്ചിയുടെ മനസ്സിലാവും? ഓക്കെ, അപ്പം ചേട്ടൻ എന്താണ് പറഞ്ഞത്? ചേട്ടനോട് പറഞ്ഞതാണ് അബദ്ധമായത്, അതുകൊണ്ടാണ് എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്തത്. ഈ ടെൻഷനൊക്കെ അടിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ അതൊരു തോട്ടായിട്ട് തന്നെ പോയേനെ. പക്ഷെ അരുൺ ഒരു ബിസിനസ്മാനാണ്, അപ്പോൾ അതുകൊണ്ട് അരുണിൻ്റെ അടുത്ത് പറഞ്ഞ ആ മൊമെൻറ്റിൽ അത് എന്താ പറയുക അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു. നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ ഇവിടെ വന്നു, ഈ സ്ഥലം കണ്ടു, ഇഷ്ടപ്പെട്ടു, എല്ലാം വളരെ ഫാസ്റ്റായിട്ട് പോയി. അവളോട് പറഞ്ഞുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. എന്താണ് ഇവിടെ ചൂസ് ചെയ്യാൻ കാര്യം? നമുക്ക് ചേർത്തല ചൂസ് ചെയ്യാൻ കാര്യം എന്താ? അതായത് നിങ്ങൾ സ്ഥലം ഇവിടെ ആയതുകൊണ്ടാണോ? എനിക്ക് എന്താ പറയുക, നമ്മൾ വെറുതെ ഒരു ബിസിനസ് തുടങ്ങാന്നല്ല എന്നതിനുപരി ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് പ്ലാനിങ് വന്നപ്പോൾ മറ്റു ചില പ്ലാൻസിലേക്കൊക്കെ വന്നു. അപ്പോൾ അത് ഇവിടെ തന്നെ ചെയ്യാൻ, നമ്മുടെ നാട്ടിലാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് എനിക്കൊന്ന് എന്താ പറയുക ഇടപെടാൻ പറ്റുന്നത്. നമുക്ക് സ്ഥലം അറിയാം, ആളുകളെ അറിയാം, ഇവിടുത്തെ രീതികൾ അറിയാം, ഇവിടുത്തെ ആളുകളുടെ ഒരു ഇൻട്രസ്റ്റ് അറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സേഫർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ ഇത് തന്നെ എൻ്റെ ഓൺ പ്ലേസിൽ ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഈ ഒരു ട്രെൻഡ് വരുന്നതേ ഉള്ളൂ. കൊച്ചിയിൽ ഒരുപാട് സലൂൺസിൽ ഇത്തരം സർവീസസ് ഉണ്ട്. അപ്പം അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ചേർത്തലയിൽ നിന്ന് നമ്മൾ കൊച്ചിയിൽ പോകണം. അപ്പോൾ സലൂൺസ്, നല്ല സലൂൺസ് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടെങ്കിൽ പോലും ചില സർവീസസൊക്കെ നമ്മൾ കൊച്ചിയിൽ പോയാലാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അത്തരം ചില പ്രീമിയം സർവീസസ് ഇവിടെ കൊണ്ടുവരിക, അതും ഇവിടെ ആളുകൾക്ക് റീസണബിളായിട്ട് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ഒരു തോട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തുടങ്ങുന്നത്. നമുക്ക് ഇനി പ്ലാൻസ് ഉണ്ട് കൊച്ചിയിലും മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സെലിബ്രിറ്റിയായി ചേച്ചി ഇത് തുടങ്ങുമ്പോഴത്തേക്കിനും സാധാരണക്കാരെ മനസ്സിൽ കണ്ടു എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടായിരുന്നോ? അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ? ഞാൻ അതുകൊണ്ടാണ് പലരും ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ തുടങ്ങിയതുകൊണ്ടൊരു എങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഡ്സ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ എൻക്വയറി വരുന്നുണ്ട്. ആക്ച്വലി സ്പീക്കിംഗ് ഇത് ഞാൻ അതാണ് പറഞ്ഞത്, നമ്മൾ പ്രീമിയം പ്രോഡക്റ്റ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രീമിയം സർവീസസ് ആണെങ്കിൽ പോലും ഇവിടുത്തെ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, കാരണം എനിക്ക് എൻ്റെ ഈ നാട്ടുകാരെ ആയതുകൊണ്ട് തന്നെ എനിക്കറിയാമല്ലോ ഇവിടുത്തെ ആളുകളുടെ ഒരു പൾസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റുകൾ തന്നെയാണ് എല്ലാ സർവീസസും പോകുന്നത്. പിന്നെ ഈ ഒരു കാര്യത്തിൽ ചേട്ടൻ്റെ സപ്പോർട്ട് അല്ലാതെ വേറെ എന്തെങ്കിലും പുറത്തുനിന്ന് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമായിട്ടുണ്ട്? ഒരുപാട് ആളുകളുണ്ട്. ഞാൻ അതാണ് ഇവിടെ നേരത്തെ എല്ലാവരും ആദരിക്കാൻ വിട്ടു, അല്ലെങ്കിൽ പേര് പറയാൻ വിട്ടുപോയ ആളുകളുണ്ട്. നമുക്ക് തുടക്കം മുതൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ സ്ഥാപനം നടത്തുന്ന ഒരു അനിലേട്ടനുണ്ട്, ടാക്സ് കൺസൾട്ടൻ്റാണ്. അവരുടെ ഓഫീസ് സ്പേസാണ് നമ്മൾ ആക്ച്വലി ഇത്രയും ദിവസം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രോഡക്ട്സ് വെക്കാൻ ഉൾപ്പെടെ. അങ്ങനെ ഒരുപാട് ആളുകൾ, നമ്മുടെ പല റോട്ടറി BNIയിലൊക്കെ മെമ്പേഴ്സാണ്, അവിടുത്തെ ആളുകൾ, നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ അവരുടെ സപ്പോർട്ടാണ് സത്യത്തിൽ. പിന്നെ ഇവിടുത്തെ നമുക്ക് കിട്ടിയിരിക്കുന്ന വർക്കേഴ്സ്, അവർ ഡേ ആൻഡ് നൈറ്റ് നിന്നിട്ടാണ് നല്ല കൊണ്ട് രാജ്യത്തോട്ട് പണി കംപ്ലീറ്റ് ആക്കുന്നത്. എത്ര നാളത്തെ ഹാർഡ് വർക്കാണ് ഈ ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഇന്ന് വരെ? സെപ്റ്റംബർ ഒക്ടോബർ തൊട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പ്ലാനിങ്ങിലുണ്ട്. പക്ഷേ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഇപ്പോൾ 3 months ആയിട്ടും 3 months ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. 3 months അല്ല, വർക്ക് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജൂൺ 1 കംപ്ലീറ്റ്ലി ഒരു ഫുൾ ഫോമിലേക്ക് അതൊരു ബ്രാൻഡായിട്ട് ലോഞ്ച് ചെയ്തതും നമ്മുടെ ഓൺലൈൻ പ്രൊമോഷൻസും എല്ലാം ഒരു ഫുൾ ഫ്ലെഡ്ജ് ഈ ഒരു ബ്രാൻഡായിട്ട് വന്നത് ജൂൺ 1. ഏതെങ്കിലും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും മേക്കപ്പ് ആർട്ടിസ്റ്റുമായിട്ട് എന്തെങ്കിലും ഒരു കൺസൾട്ടേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? പിന്നെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ എനിക്ക് മേക്കപ്പ് ചെയ്തത് മുകേഷാണ്. അപ്പം മുകേഷ് ചേർത്തലക്കാരനാണ്. മുകേഷ് ഉൾപ്പെടെ പല സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളോട് കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ വികാസിനൊക്കെ സലോണുള്ളതാണ്. രഞ്ജുവിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, രഞ്ജു ചുണ്ടുതായാലും വികാസിനോടും ഒക്കെ നമ്മൾ വിളിച്ച് അവരൊക്കെ നമുക്ക് ഓരോ അഡ്വൈസ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും നമുക്ക് പുറത്ത് പോയി എന്തെങ്കിലും സർവീസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പം ഇവിടെ വരെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും, സെലിബ്രിറ്റീസ് എല്ലാവരും കൊച്ചിയിലാണ്. അപ്പം അവരുടെ അടുത്തൊക്കെ നമുക്കിപ്പം ഇങ്ങനെ ഒരു ഹോം സർവീസ് പോലെ നമ്മൾ പ്ലാൻ ചെയ്യും. പിന്നെ ഇത്ര ബിസി ആയിട്ട് ചേച്ചിക്ക് ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്,
പിന്നെ വേറെ കുറേ കാര്യങ്ങൾ അഭിനയത്തിൽ ബിസിയാണ്. പിന്നെ ഇതും കൂടെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അത് കുഴപ്പം വരും തോന്നില്ല. കാരണം നമ്മുടെ ഒരു ഹോട്ടൽ എന്തായാലും ഉണ്ടാവും. പക്ഷെ നമുക്ക് സ്റ്റാഫ്സ് ഉണ്ട്, നല്ലൊരു മാനേജറുണ്ട്, നല്ല സിസ്റ്ററിലോ ഉണ്ട്, ഹസ്ബൻഡുണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വാസം. ചേച്ചിയുടെ യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെ പോകുന്നു ഇപ്പം? യൂട്യൂബ് ചാനലിപ്പോൾ 2 ആഴ്ചയായിട്ട് അതിനെപ്പറ്റി തിരിഞ്ഞ് നോക്കിയിട്ടില്ല. അല്ല, ഒരുപാട് ട്രിപ്പൊക്കെ പോകാറില്ലായിരുന്നു. അപ്പോൾ ഇതിപ്പം വന്നുകൊണ്ട് ഇപ്പോൾ അതൊക്കെ ഒരു കുറച്ച് നാളായിട്ട് നമ്മുടെ വീഡിയോസ് അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇടാൻ പറ്റാറില്ല. പക്ഷെ എന്നാലും അത് വിട്ടിട്ടില്ല. എന്തായാലും നമ്മൾ നല്ല കണ്ടന്റ് മാത്രം വെറുതെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ചെയ്യുന്നൊരു അതിൻ്റെ കണ്ടന്റ് അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യും. അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഇനിയിപ്പം എന്തെങ്കിലും അവസരങ്ങൾ? അപ്പോൾ ഇന്നിപ്പം 19-ാം തീയതി ഇന്ത്യൻ ജന്തു റിലീസാണ്. അതിലൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിട്ടുണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ശ്രീജിത്ത് വിജയൻ്റെ മോഡി പീറ്റർ ഹെയിൻ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് മലയാളത്തിൽ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്യുന്ന പടം. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അതിൻ്റെ പ്രൊമോഷൻ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഒരു ദിവസം പോലും പോകാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഈവനിങ് അതിൻ്റെ നമ്മുടെ ഇന്ത്യൻ ജന്തു ടീം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അതാണ് ഇപ്പം അപ്കമിങ് മൂവി എന്ന് പറയുന്നത്. വരാൻ റിലീസാണ്. ഡയറക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പറയുന്നത് പ്ലാനിങ് ഉണ്ട്. പ്ലാനിങ് വെച്ചാൽ പ്ലാനിങ് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. അത് ആക്ച്വലി ഒരു സീരീസ് പോലെ ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ്. വെബ് സീരീസ് ആയിട്ടാണോ? വെബ് സീരീസ് ആയിട്ടാണ്. അപ്പോൾ അത് അതിൻ്റെ ഒരു ഇനിഷ്യലല്ല, അതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. അതിൻ്റെ ഒരു ഫൈനൽ പോളിഷിംഗ് സ്ക്രിപ്റ്റൊക്കെ ചേച്ചിയാണോ? ഞാൻ തന്നെ. ഓക്കെ. പിന്നെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ചേച്ചിയെ ഇഷ്ടപ്പെടുന്നത്? ആദ്യം പറഞ്ഞു, എനിക്ക് ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു ഫീൽഡ് ഒക്കെയാണ് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണ്. അല്ലാതെ ചുമ്മാ എന്നൊരു ബിസിനസ് തുടങ്ങാം എന്ന് പറഞ്ഞ് തുടങ്ങിയതല്ല. എനിക്ക് നെയിലാട്ടം എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര, ഞാൻ പോയി പഠിച്ചു. എനിക്ക് ഇതിനോടൊരു താല്പര്യമുള്ളതുകൊണ്ട് ആണ് ഞാനിത് തുടങ്ങിയത്. പിന്നെ ബാക്കി സർവീസസിൻ്റെ ഒക്കെ അതിന് പിന്നാലെ ആഡ് ഓൺ ആയതാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി താല്പര്യമുള്ള വിഷയങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്കൊരു പുതിയ അഡീഷനാണ് നെയിൽഡ് ബൈ ഗായത്രിയാണ്. അത് എല്ലാ സർവീസസും അവിടെ അവൈലബിൾ ആണ്. വളരെ നല്ല പ്രീമിയം സർവീസസ് വളരെ റീസണബിൾ റേറ്റിൽ കൊടുക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. സപ്പോർട്ടും പ്രാർത്ഥനയും ചേച്ചി, അവസാനമായിട്ട് മാർക്കറ്റിലുള്ള കോമ്പറ്റീഷൻ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്? ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. എന്ന് വെച്ചാൽ എല്ലാവർക്കും അവരവരുടെ സ്പേസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ പുതിയ പുതിയ സലൂൺസ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു കൊടുക്കുന്ന സർവീസസ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് തന്നെ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ആദ്യം ഞാൻ ട്രൈ ചെയ്തത്, ഞാൻ കേട്ട് പരിചയമുള്ളൊരു നെയിൽ ടെക്നീഷ്യൻ ഉണ്ട്, രാമൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം പുള്ളിയെ എനിക്ക് വേണമെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ടാർഗറ്റ്. അപ്പം കുറേ ശ്രമങ്ങൾക്ക് ശേഷം രാമനെ തന്നെ എനിക്ക് സ്റ്റാഫായിട്ട് തന്നിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റായിട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ്സിനെ വളരെ ശ്രമത്തിന് ശേഷമാണ് കിട്ടിയിരിക്കുന്നത്. അതിലൊരു എൻ്റെ ഒരു സ്റ്റാഫിൻ്റെ ഒരു സർവീസസിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വന്ന് സർവീസ് ചെയ്ത് പോകുന്നവർ തീർച്ചയായിട്ടും വരുന്നതിനാണ് വിശ്വാസം. അങ്ങനെ നോക്കാം. ഓക്കെ ചേച്ചി, എല്ലാവിധ വിജയഭാവങ്ങളും.